ഹലോ ഗൈസ്, ബിഗ് ബോസ് സീസൺ 6 67ാമത്തെ ദിവസം. രാവിലെ തന്നെ ഹാളിൽ നന്ദനാണല്ലോ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ. നന്ദന സായി എടുത്തൊക്കെ ഇരുന്ന് പറയുന്നത് കാല് വയ്യ, അത് വയ്യ, മറ്റേ നമ്മളെന്തോണം ജിൻറ്റോ ഇപ്പോൾ കിടന്ന് ഉറങ്ങിയതിനും പണിഷ്മെൻറ്റ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ജിൻറ്റോയുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഉറങ്ങിയതിന് പണിഷ്മെൻറ്റ് ഇട്ടു. ഞാൻ മാത്രമല്ല ഉറങ്ങിയത്, ജാസ്മിൻ ഉറങ്ങി എന്നൊക്കെ പറഞ്ഞ് ജിൻറ്റോയും പറഞ്ഞു. അപ്പോൾ ഈ ലേലുലു മാപ്പ് എന്ന് പറഞ്ഞ് എല്ലായിടത്തും പറയണം എന്നുള്ളതിൽ ജിൻറ്റോയെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ച് കുറച്ച് പേരത്തൊക്കെ പറഞ്ഞ്. അപ്പോൾ ജിൻറ്റോ അടുത്ത് ഈ ഒരു പണിഷ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നോക്കിയപ്പോൾ അലാറം അടിച്ച്, അതായത് മറ്റേ സ്റ്റോർ റൂമിലോട്ട് എല്ലാവരും. അപ്പോൾ സ്റ്റോർ റൂമിൽ ചിപ്സും മറ്റേ കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ട്. ആരെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ നന്ദന ഇങ്ങനെ ഡോറ് തുറന്ന് നോക്കിയത് നന്ദനയുടെ വീട്ടിൽ നിന്നാണ്. അമ്മയും ചേച്ചിയും കൂടെയാണ് വന്നത്. അപ്പോൾ സാധിച്ചിട്ടോ ആ അമ്മ വയ്ക്കുന്നു പറഞ്ഞുകൊണ്ട് ഒരു പിന്നെ ഉള്ള പ്രകടനങ്ങൾ എങ്ങനെയായിരിക്കും എന്നറിയാമല്ല. എല്ലാവരും വരുന്നത്, കൈ കൊടുക്കുന്നത്, കെട്ടിപ്പിടിക്കുന്നത്. അവൾ തന്നെ കുറച്ച് നേരം അവിടെ കെട്ടിപ്പിടിച്ച് കരച്ചലും അതൊക്കെ ആയിട്ട് അവർ വന്ന് പരിചയപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ള സംസാരങ്ങളായിരുന്നു. പിന്നെ അപ്പോൾ അമ്മയും ചേച്ചിയും കൂടെ വേറൊരു റൂമിൽ പോയിട്ട് അവരുമായിട്ടുള്ളൊരു സ്വകാര്യതയിൽ സംസാരിക്കുമല്ലോ. അത് പറയുന്നത് എല്ലാവരും നല്ല ആയിട്ട് കളിക്കുന്നുണ്ടെന്ന് പറയാം. അമ്മ പറഞ്ഞു, ഞാൻ കളിക്കുന്നുണ്ടാ നിങ്ങൾ പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ അവരെല്ലാവരും വന്ന് ഇത് കുടിക്കാൻ കൊടുക്കുന്നു. പിന്നെ അവരെല്ലാവരും വന്നിട്ട് നന്ദനയുടെ ഇല്ലാത്ത കഥകൾ ഒരാളെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ കുറച്ച് സംസാരങ്ങൾ. അപ്പോൾ എന്നിട്ട് ഹാളിലും വന്നിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ജിൻറ്റോ ജാസ്മിൻ്റെ വീട്ടുകാരെ പറ്റി എന്തോ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട്, നിങ്ങൾ എന്നെ പറഞ്ഞു എൻ്റെ വീട്ടുകാരെ പറ്റി ഇനി കളിയാക്കരുത്, പറയരുത്, ഇതാക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിൻറ്റോ പറഞ്ഞെന്നും പറഞ്ഞു ജിൻറ്റോ അടുത്ത് തട്ടിക്കയറാനായിട്ട് ജാസ്മിൻ വന്നു. ജാസ്മിൻ്റെ കുറച്ച് നാളായാലും ഇപ്പോൾ ഷൗട്ടിങ് കാര്യങ്ങളും എനർജിയൊക്കെ ഡൗൺ ആയിട്ടിരിക്കുകയാണല്ലോ അവൻ പോയതിനു ശേഷം. അപ്പം ജിൻറ്റോ അടുത്ത് ഇങ്ങനെ തട്ടിക്കയറി ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ജിൻറ്റോ വിട്ടു കൊടുത്തില്ല. ജിൻറ്റോയും ഇങ്ങനെ നീ പറഞ്ഞതാന്ന് പറഞ്ഞുകൊണ്ട് ജിൻറ്റോയും പറഞ്ഞു, നീ ഉണ്ടായിരി എന്നും പറഞ്ഞുകൊണ്ട് പറയുന്നു. ആദ്യം കളിയാക്കി ലേലുലു മാപ്പ് എന്നൊക്കെ പറഞ്ഞു. ഇവൾ എന്നിട്ടും വഴക്കൂടാനായിട്ട് അവൻ്റെ ആ റൂമിൽ ഇങ്ങനെ കൂടി വന്ന് അത് പോവാതെ അങ്ങ് നിൽക്കണം. എല്ലാവരും പറയുന്നുണ്ട് ഒരാൾ മാറിപ്പോ. ഇവള് പോവാതെ വഴക്കൂടാനെങ്കിൽ വഴക്കൂടാൻ കണ്ടന്റ് വേണമല്ലോ. അപ്പോഴ് അവളങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ലാസ്റ്റ് അത് അവിടെ തീർന്നു. പിന്നെ ഹാളിൽ ഇരുന്ന് ഇവരും അമ്മയും ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന പെട്ടെന്ന് ടി വിയിൽ നമ്മളാ ഫ്രണ്ടിലത്തെ ടി വിയിലൊരു വീഡിയോ വന്നു. അതായത് കൺഫ്യൂഷൻ റൂമിൽ രണ്ടുപേരും ഇരിക്കുന്നത് നോക്കുമ്പോൾ ജിൻറ്റോയുടെ അമ്മയും അച്ഛനും കൂടെ. അപ്പോൾ അവിടെ നിന്ന് അനൗൺസ് ചെയ്ത് ജിൻറ്റോയുടെ അച്ഛനും അമ്മയ്ക്കും ഇവിടെ സ്വാഗതം എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ പിന്നെ ജിൻറ്റോയുടെ അച്ഛനും അമ്മയും കൂടെ വന്ന് സ്റ്റോർ റൂമിലെ കൺഫ്യൂഷൻ റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് പിന്നെ അവൻ്റെ കരച്ചിലും കാര്യങ്ങളുമായി എല്ലാവരും പരിചയപ്പെടലായി. ഇവർ രണ്ടുപേരും രണ്ട് വീട്ടിൽ നിന്നും വരമ്പഴ് എന്തുവേണം ഇതൊക്കെ കൊണ്ടുവരും കേട്ടോ. പലഹാരങ്ങളും അച്ചാറ് അത് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരും. പിന്നെ ഇത് നന്ദനയുടെ വീട്ടിൽ നിന്ന് എന്തോണം മറ്റേ അച്ചാറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എപ്പോഴോ ഇടയ്ക്കോ റസ്മിനും ജാസ്മിനും കൂടെ വന്നപ്പം നോറ കൊണ്ടുവന്ന് എന്തോന്ന് അച്ചാറ് റസ്മിൻ്റെ വായി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ജാസ്മിനും പ്രതീക്ഷിച്ചെന്ന് തോന്നുന്നു ജാസ്മിനും കൊടുക്കുന്നു. അപ്പം ജാസ്മിൻ അപ്പോൾ ഇഞ്ചി ആയിട്ടുള്ളൊരു ഫീൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ജിൻറ്റോയുടെ അച്ഛൻ്റെ അമ്മയടുത്തും ആണ് കൂടുതൽ പേരും അങ്ങോട്ട് പോയി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം ജിൻറ്റോ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണെന്നുള്ളതിൽ ഈ നന്ദനയുടെ ജിൻറ്റോയുടെ വരുന്നതിന് മുമ്പ് നന്ദനയുടെ അവരോടെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇരുത്തിയിട്ട് തന്നെ ആയിരുന്നു. ഇപ്പം അമ്മയ്ക്ക് കാല് വയ്യെന്നുള്ളത് ഇത് പറയുന്നത്. അപ്പം അത് പോയി ശരിയാവും എന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. പിന്നെ ജിൻറ്റോ സിഗരറ്റ് വലിക്കുന്നതിനെ കാര്യം പറ്റി അവർ പറയുന്നുണ്ട്. അപ്പോൾ സിഗരറ്റ് ഭയങ്കര വലിയാണ്, നീ ഇതോടെ നിർത്തിക്കോളെന്നും പറഞ്ഞുകൊണ്ട് അമ്മ അത് പറയുന്നുണ്ട്. പിന്നെ ജിൻറ്റോയ്ക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട് ഇവിടെ അമേരിക്കയിൽ. അപ്പോൾ അമേരിക്കയിൽ ആ ഗേൾ ഫ്രണ്ട് തിരക്കിന്ന് പറയാൻ പറഞ്ഞപ്പോൾ അവിടെ എല്ലാവരും ബഹളമായി. പിന്നെ ഇവൻ ഇറങ്ങിയിട്ടൊരു കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്ന് എല്ലാവരും നല്ലപോലെയാണ് കളിക്കുന്നത്, നല്ലപോലെ തന്നെ കളിക്കുക. എന്നിട്ട് ജിൻറ്റോ അടുത്ത് പേഴ്സണലായിട്ട് അമ്മ പറയുന്നുണ്ട്, നീ ഒറ്റയ്ക്ക് കളിക്കൂ, പിന്നെ ഗ്രൂപ്പായിട്ട് കളിക്കില്ല. എനിക്ക് അറിയാം അമ്മ, ഞാൻ ഒറ്റയ്ക്ക് തന്നെ കളിക്കുന്ന, ബാക്കിയുള്ളതെല്ലാം ചതിക്കുമെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ ആശ്വസിപ്പിക്കുന്നുണ്ട്. നീ കരയണ്ട, കരയാതെ ഇരിക്കുക, എല്ലാവർക്കും അവരവരുടെ ഇതല്ലേ ഉള്ളൂ, പേഴ്സണലായിട്ടുള്ള ഗെയിം ജയിക്കണമെന്നല്ലേ ഉള്ളൂ, നീ കപ്പടിക്കാനായിട്ട് കളിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആശ്വസിപ്പിച്ച്
ജിൻഡോയുടെ അമ്മയെ കൊണ്ട് എല്ലാവരെയും പേരും പറയിപ്പിച്ചു. ഇപ്പോൾ എല്ലാവരെയും പേരും പറഞ്ഞ് ഓരോരുത്തരെയും പേരും പറഞ്ഞപ്പോൾ എല്ലാവരും അത്ഭുതത്തോടുകൂടി ഇങ്ങനെ കേട്ടോണ്ടിരിക്കണം. പിന്നെ അപ്സര സീരിയലിലൊക്കെ അഭിനയിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ സാന്ത്വനത്തിലൊക്കെ വില്ലത്തിയായിട്ടൊക്കെ അപ്സരമുണ്ട്. അപ്പം സാന്ത്വനത്തിലെ വില്ലത്തിയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം കറക്റ്റായിട്ട് ജിൻഡോയുടെ അമ്മ സീരിയലിൻ്റെ പേരും ക്യാരക്ടറും എല്ലാം പറഞ്ഞു. ശ്രീധുവിനെയും പറഞ്ഞു അമ്മ അറിയാതെയുള്ള സീരിയലിലുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പിന്നെ നടന്നത്. ഇത് ഒരു ടാസ്ക്കാണ് വന്നത്. ടാസ്ക് എന്ന് പറഞ്ഞാൽ മറ്റേ 4 ടീമിൽ നിന്നും ഓരോരുത്തർ 2 പേര് പങ്കെടുക്കാം. അതായത് തലയണി തുന്നലെന്ന്, അതാണ് മത്സരം. അതായത് ഒരു മറ്റേ ആക്ടിവിറ്റി ഏരിയയിൽ മറ്റേ 4 ടീമിനും 4 കളറുണ്ട്. അപ്പോൾ ആ 4 കളറും എടുത്തിട്ട് പഞ്ഞി മൊത്തം മൂടി വയ്ക്കണം. പഞ്ഞിയുടെ അടിയിലൊക്കെയാണ് ഈ തുണികളിരിക്കുന്നത്. അപ്പോൾ അതെടുത്ത് തുന്നുന്നതാണ്. അപ്പം 4 ടീമിൽ നിന്ന് 2 പേര് വെച്ച് മത്സരിക്കാം. ഒരാൾ വിധികർത്താവും. പക്ഷെ ആ വിധികർത്താവുന്നവർ എന്താണ് ഏത് ടീമിന് ആണ് വിധികർത്താവ് ആവേണ്ടതെന്നുള്ളത് ബിഗ് ബോസ് ആണ് പിന്നെ പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ തലയണി തുന്നിയതാര് അപ്സരയും സിജോയൊക്കെ ഉള്ള തണലാണെന്ന് തോന്നുന്നു. അപ്പോൾ തണലിന് എന്തുകൊണ്ട് വിധികർത്താവായിട്ട് വന്നത് ആര്? ജിൻഡോയാണ്. ജിൻഡോ വേറെ ടീമിലാണ്. അപ്പോൾ ജിൻഡോ വന്നിട്ട് ജിൻഡോയ്ക്ക് തലയണി ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അതൊന്നും നമുക്ക് വെച്ച് കിടക്കാൻ പറ്റൂല, അതൊന്നും ഫില്ലായിട്ടില്ല, ജസ്റ്റ് കുറച്ച് പഞ്ഞിയേ ഉള്ളൂ, കിടന്നൊക്കെ നോക്കി. അപ്പോൾ അപ്സരം നല്ലോണം തർക്കിച്ച് ഇത് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, എത്ര ക്വാണ്ടിറ്റി ആണോന്നും പറഞ്ഞിട്ടില്ല, ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെ തർക്കിച്ച്. അപ്പം ജിൻഡോ കർശനമായിട്ട് ജിൻഡോയും കൂടെ നിന്ന് പറ്റൂല, ഇതൊന്നും അല്ല, എല്ലാം റിജക്റ്റ് ആണെന്ന് പറഞ്ഞു. ഒരു 10 ഒരുപാടുണ്ടായിരുന്നു. അപ്പം അത് ജിൻഡോ റിജക്റ്റ് ആക്കി. അപ്സരം മാക്സിമം നോക്കി, വായിട്ട് അലച്ച് നോക്കി, പക്ഷെ പറ്റിയില്ല. അത് കഴിഞ്ഞ് പീപ്പിൾസ് ടീം, അതായത് നോറ അൻസിബ ഉള്ള ടീമിന് വിധികർത്താവായിട്ട് ചെക്ക് ചെയ്യാൻ പോയത് സായിയാണ്. അപ്പോൾ അവരാകെ 3 തലയണ കണ്ടേ തുന്നിയിട്ടുള്ളൂ. അപ്പം ഒരെണ്ണത്തിൽ നല്ല വലിപ്പമുണ്ട്, ബാക്കിയുള്ള 2 സെയിം. അപ്പം നോറ അതിൽ തർക്കിച്ച് എന്തുവാണ്, സായി പറഞ്ഞ് ഇത് 3ഉം ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു രീതി ആവണം, ഇതിൽ കൂടുതൽ, ഇതിൽ 2ഉം കുറവ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പം അല്ല, അതിപ്പം ഇപ്പോൾ തലയണയായിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോറയും തർക്കിച്ചു. അപ്പം നിങ്ങളിട്ട എഫോർട്ടിന് വേണമെങ്കിൽ ഒരെണ്ണം സെലക്ട് ആക്കാമെന്ന് പറഞ്ഞ് ഒരെണ്ണം സെലക്ട് ആയി. അപ്പോൾ പീപ്പിൾസ് ടീമിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ആയിട്ടുണ്ട്, ഹൻസിബയും നോറയുള്ള ടീമിൽ. അത് കഴിഞ്ഞ് ഡെന്നിൻ്റെ അത് റസ്മിനും നമ്മളെ നന്ദനയും കൂടെ ഉള്ളത്. ഡെന്നിൻ്റെ നോക്കി ചെക്ക് ചെയ്യാൻ വന്നത് അഭിഷേകാണ്. അപ്പം 3 തവണയെ അവർ തുന്നി. അപ്പം തയ്യൽ അതിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് അത് മാക്സിമം നന്ദന തടവിയൊക്കെ വശീകരിച്ച അങ്ങനെയൊക്കെ അഭിഷേകിനെ നോക്കി. എന്നിട്ടും അഭിഷേക് സോറി ഗൈസ് എന്ന് പറഞ്ഞിട്ട് എന്താണ് അത് തുന്നൽ ശരിയായില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ എഫോർട്ടിനും ഒക്കെ, പക്ഷെ തുന്നൽ ശരിയായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കും ഒന്നും ഇല്ലായിരുന്നു. ഇനി നെക്സ്റ്റ് ജാസ്മിനും അർജുനും ഉള്ള ടീം, അതിന് ചെക്ക് ചെയ്യാൻ വന്നത് ശ്രീധുവാണ്. അപ്പം ശ്രീധുവിനെ കൊണ്ട് മാക്സിമം എന്തുവാണ് ഇമ്പ്രസ് ചെയ്യാനൊക്കെ നോക്കി. അപ്പം അവരെ വേറെ ടീമിലുള്ളവരല്ലേ, ഇവരെ ജയിക്കാൻ നോക്കത്തില്ലല്ലോ. അപ്പം തുന്നിയത് കറക്റ്റ് അല്ല, ഒരു സ്ഥലത്ത് കറക്റ്റ് കട്ടിയായിട്ട് തുന്നിയിട്ടില്ല, തൊടമ്പ ഊരിപ്പോണ്, കീറിപ്പോണ് എന്നൊക്കെ പറഞ്ഞ് അർജുനും നോക്കി. ശ്രീധു അങ്ങനെയെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സോപ്പിട്ട് പറഞ്ഞാൽ ഇതാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് നോക്കിയില്ല. അപ്പോൾ കുറേ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. നീ എഫോർട്ടൊന്നും നോക്കണ്ട, നീ കറക്റ്റായിട്ട് നോക്കാമെന്ന് പറഞ്ഞത് അർജുൻ ലാസ്റ്റ് ചെറുതായിട്ടൊന്നും ടെറർ പോലെ ശകലം അങ്ങനെ പറഞ്ഞപ്പോൾ ഏറ്റവും ലാസ്റ്റ് വിധി വന്നപ്പോൾ ഒരു തലയണിയെ റെഡി നല്ലതായിട്ടുള്ളൂ, ബാക്കിയില്ല തുന്നലൊന്നും കറക്റ്റായില്ലെന്ന് പറഞ്ഞ് ശ്രീധു ബിഗ് ബോസിൻ്റെ പറഞ്ഞു. അപ്പം ജാസ്മിൻ്റെ അതിൽ അവർക്ക് ഒരെണ്ണേ ശ്രീധു പറഞ്ഞുള്ളൂ. അപ്പം പിന്നെ അത് കഴിഞ്ഞ് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത്, അതായത് ടിക്കറ്റ് ഫിനാലയിലെ 3ാമത്തെ ചലഞ്ചിൽ 2 ടീമുകൾ ഓരോ പോയിന്റ് വെച്ച് നേടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നെക്സ്റ്റും അതായത് മറ്റേ പീപ്പിൾസ് ടീമും ജാസ്മിൻ്റെ ടീമോട് ജയിച്ചത്. അപ്പോൾ അതോടെ ആ ടാസ്ക് കഴിഞ്ഞു. അപ്പോൾ പിന്നെ വീട്ടുകാർ തിരിച്ചു പോകണ ഒരു സീനായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് വേറൊരു ചെറിയൊരു ടാസ്ക് കൂടെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ളവർ ആരെയൊക്കെ പല്ലാണ് ആർക്കൊക്കെ ഇഷ്ടമെന്ന്. അപ്പോൾ കൂടുതലും ജാസ്മിനും റസ്മിനുമാണ് വന്നത്. അപ്പോൾ ഇതൊക്കെയാണ് 67ാമത്തെ ദിവസത്തെ കാഴ്ചകൾ. ഓക്കെ.